ഞാൻ ജിജി മാരിയോ. ഇപ്പൊ ഞാൻ ഇടുക്കി ജില്ലയിലെ മച്ചിപ്ലാവില് ഒരു വീടിന് തറക്കല്ലിടാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ചെറിയ ആരോഗ്യ പ്രശ്നമുള്ളതുകൊണ്ട് ചേട്ടയെ വന്നിട്ടില്ല, ഞാൻ മാത്രമാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മാക്സിമം ഷെയർ ചെയ്യണം. ഇന്ന് എല്ലാവർക്കും നോമ്പുകാലാണല്ലോ അല്ലേ? നോമ്പെന്ന് പറയുമ്പോൾ ഇറച്ചി, മീന്, മുട്ടയൊക്കെ നമ്മൾ വർജിക്കുന്നു. ഓക്കെ, ഇതാണ് നമ്മളുടെ ഒരു ഇതിൽ നോമ്പ് എന്ന് പറയുന്നത്. നല്ല കാര്യം തന്നെ. പക്ഷെ അതേ സമയം നമ്മൾ മനസ്സുകൊണ്ട് എന്താ നോമ്പെടുക്കുന്നത്, എന്ത് സൽപ്രവൃത്തികൾ ചെയ്യാൻ പറ്റുന്നു, നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതാണ് ശരിക്കും നല്ല കാര്യങ്ങൾ. അതായത് ചിലപ്പോൾ നമുക്ക് ഒരാളെ സഹായിക്കണമെന്ന് തോന്നും, അപ്പൊ വേണ്ട എന്ന് വിചാരിച്ച് മാറ്റി മാറ്റി പോസ്റ്റ്പോൺ ചെയ്ത് വെക്കും. പക്ഷെ അതായത് നീ നോമ്പ് കാലത്ത് അത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും വലിയ നോമ്പാണ്. മനസ്സിലായോ? അതാണ് നോമ്പ്. ചെയ്യാൻ പറ്റുന്ന നന്മകൾ നീട്ടി വെക്കാതെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നോമ്പ്. നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളല്ലേ നമ്മൾ വർജിക്കുന്നത് നോമ്പ് കാലത്ത്? ഇറച്ചി, മീനും, മുട്ട വെരി ഡിഫിക്കൽട്ട് അല്ലേ? അതേപോലെ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നോമ്പാണ് അല്ലെ? അത് നമുക്കൊരാൾക്ക് ഒരു വീട് വെച്ച് കൊടുക്കുമ്പോൾ ഒരാൾക്ക് താങ്ങാവുന്നു, തണലാവുന്നു, അല്ലെങ്കിൽ ഒരു 10 ചാക്ക് സിമെന്റ് ആവുന്നു, 1 ലക്ഷം രൂപയാവുന്നു, ഒരു വീട് സ്പോൺസർ ചെയ്യുന്നു, 8 ലക്ഷം രൂപ കൊടുക്കുന്നു, അതൊക്കെ വലിയ കാര്യമാണ്. ഈ നോമ്പ് കാലത്ത് ഒരുപാട് അനുഗ്രഹങ്ങൾ പ്രാപിക്കാനുള്ള സമയം കൂടിയാണ് ഈ നോമ്പ് കാലം. പ്രാർത്ഥനയും അനുതാപവും ആത്മശോധനയും ഒക്കെ വഴി. അപ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കാരുണ്യ പ്രവൃത്തിയും കൂടി ആവുമ്പോൾ എത്ര രസകരമായിരിക്കും. നമ്മുടെ തടസ്സങ്ങളൊക്കെ മാറിപ്പോകും, ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാവും. പിന്നെ ചിലപ്പോൾ വിസ ഫയൽ ചെയ്തിരിക്കുന്നവരുണ്ടാവാം, കുടുംബ കോടതിയിൽ കേസ് നടക്കുന്നവരുണ്ടാവാം, അതിഥി തർക്കത്തിലിരിക്കുന്നുണ്ടാവാം, ബിസിനസ് ഫ്ലോപ്പ് ആയിട്ടിരിക്കുന്നവരുണ്ടാവാം, മക്കളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടാവാം, ഭർത്താവിന്റെ മദ്യപാനം, ഇങ്ങനെ പല ഇഷ്യൂസിൽ പെടുന്നവരുണ്ടാവും. പക്ഷെ ഈ നോമ്പ് കാലത്ത് എന്തെങ്കിലും ഒരു ത്യാഗ മനോഭാവത്തോട് ചെയ്യാൻ കഴിഞ്ഞാൽ പല കാര്യങ്ങളും പല അനുഗ്രഹങ്ങളും നമുക്ക് കിട്ടും കേട്ടോ. മുടങ്ങിക്കിടക്കുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും. അതുകൊണ്ട് ഈ നോമ്പ് കാലം ഈ നന്മ ഫിലോക്കാലിയോടൊപ്പം ചെറിയ ചെറിയ കൊച്ചു കൊച്ചു നന്മകളിൽ നമ്മളോടൊപ്പം പങ്കുകാരാകണമേ. ഈ വീടിന് ശരിക്കും പറഞ്ഞാൽ 8.5-9 ലക്ഷം രൂപയാണ് വരുന്നത്. ഈ വീട് നിങ്ങൾക്ക് ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സ്പോൺസർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ 50,000, 1 ലക്ഷം, അല്ലെങ്കിൽ ഇപ്പോൾ 1000 രൂപയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ ഓർക്കണം. ഈ നോമ്പ് കാലത്ത് സപ്പോർട്ട് ചെയ്യണം. വലിയൊരു ത്യാഗ മനോഭാവത്തിൽ ചില നന്മ പ്രവൃത്തിയിലേക്ക് നമുക്ക് കാണാൻ പറ്റണം കേട്ടോ. കൂടെ ഉണ്ടാവണം. ഓക്കെ, അതേപോലെ തന്നെ വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികൾ ഉണ്ടാവും. കോർപ്പറേറ്റ് കമ്പനിയിൽ നിങ്ങൾക്ക് CSR ഫണ്ടൊക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒരു CSR ഫണ്ട് കിട്ടുകയാണെങ്കിൽ ഒറ്റയടിക്ക് തന്നെ 25 വീട് 50 വീട് ഒന്നിച്ച് ഞങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. വയനാട് തന്നെ ഇപ്പൊ 25 വീടുകൾ ഓൾമോസ്റ്റ് ഫിനിഷ്ഡ് ആയി. അടുത്ത ഒരു 10 വീടുകൾക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ തന്നെ കേരളത്തിൽ മൊത്തം ഒരു 100ഓളം വീടുകളാണ് ഇപ്പൊ നിലവിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഭയങ്കരമായിട്ട് ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുന്നുണ്ട്, ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ഉറക്കം കുറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടെൻഷൻ കൊണ്ടേ. അപ്പോൾ കൂടെ ഉണ്ടാകണം. കോർപ്പറേറ്റ് കമ്പനികളുടെ അറിയാവുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓണേഴ്സ് ഇപ്പൊ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ CSR ഫണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യണേ. മാക്സിമം സപ്പോർട്ട് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് 1 രൂപ ഇടാൻ പറ്റിയില്ലെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യും. എല്ലാവരിലോട്ടും എത്തട്ടെ, ഈ നന്മ പ്രവൃത്തി എത്തട്ടെ. ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എനിക്കറിയാം നിങ്ങൾ കൂടെ ഉണ്ട് എന്ന്. ദൈവം ഒരുപാട് അനുഗ്രഹിക്കും. ഈ വീഡിയോ ഇപ്പൊ കാണുമ്പോൾ ഒരു 10,000 രൂപ ഇട്ട് കൊടുക്കുമെന്ന് ഇപ്പൊ മനസ്സിൽ തോന്നിയാൽ വൈകരുത്. പ്ലീസ് നാളേക്ക് നീട്ടി വെക്കരുത്. ഓക്കെ, അങ്ങനെ നീട്ടി വെക്കാതിരുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ തമ്പുരാൻ ചുരിഞ്ഞുകൊണ്ടേയിരിക്കും. എന്റെ വാക്കാണ്. ദൈവത്തിന്റെ അനുഗ്രഹം ഒരുപാടുണ്ടാവും. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.